പൈപ്പിടാനും അറ്റകുറ്റപ്പണികൾക്കുമായി മാറി മാറി കുഴിയെടുത്തതോടെ തിരുവനന്തപുരം പേരൂർക്കട മണികണ്ഠേശ്വരം നെട്ടയം റോഡിൽ യാത്രക്കാർക്ക് ദുരിതം. ഒരു വശത്ത് വാട്ടർ അതോറിറ്റി, മറുവശത്ത് ഗ്യാസ് പൈപ്പിടുന്നതിനുമായി എടുത്ത കുഴികളും ആളുകളുടെ യാത്രാ ദുരിതം കൂട്ടി. റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. 2015-ലാണ് റോഡ് അവസാനമായി ടാറിട്ടത്. അതിനുശേഷം പലതവണ വാട്ടർ അതോറിറ്റി കുഴിയെടുത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയതോടെയാണ് റോഡ് താറുമാറായത്. പണി പൂർത്തിയാക്കി കുഴി മൂടുന്നതല്ലാതെ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർ നടപടിയെടുക്കാറില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഗ്യാസ് പൈപ്പ് ലൈനിന്റെ പണിയും കൂടി ആരംഭിച്ചതോടെ രോഗികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണ്. നമുക്ക് ഇവിടെ തൊട്ട് ഒരു കിലോമീറ്റർ ഉള്ളു പേരക്കട ജംഗ്ഷൻ വരെ. ഇവിടെ നമുക്കൊരു വണ്ടിയിൽ പോകാൻ പറ്റൂല. അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന ഒരു ആട്ടോ വിളിച്ചാൽ അവർ വരില്ല. അവർ വരുന്ന വെച്ചാൽ ആദ്യം 30 രൂപ കൊടുത്തുകൊണ്ടിരുന്നു പേരക്കട ജംഗ്ഷൻ വരെ. ഇപ്പോൾ 30 കൊടുത്താലും അവർ വരുന്നില്ല. അവരും 3 പ്രാവശ്യം പോകുമ്പോൾ അവരെ വണ്ടി ചീത്തായി. പിന്നെ അവർ പറയുന്ന കാര്യം ശരിയാണ്. നമുക്ക് സ്കൂട്ടറിൽ പോകാൻ പറ്റില്ല. ഈ മഴ സമയത്ത് നമ്മൾ ഒരു വണ്ടി വരണമെങ്കിൽ നമ്മൾ അരമണിക്കൂർ ഇപ്പുറത്ത് മാറി നിന്നാലേ ആ വണ്ടിയിൽ പോയതിനു ശേഷം നമുക്ക് പോകാൻ ഒക്കുള്ളൂ. പ്രദേശത്തെ തന്നെ മണികണ്ഠേശ്വരം പാലത്തിന് താഴേക്കുള്ള റോഡിൽ കൈവരിയില്ലാത്തതും വലിയ ബുദ്ധിമുട്ടാണ്. കിള്ളിയാറിന്റെ ഒരു വശത്ത് 50 മീറ്ററോളം കൈവരിയില്ല. പാലത്തിന്റെ വശത്തുകൂടി താഴേക്കിറങ്ങുന്ന വാഹനങ്ങൾ ആറിലേക്ക് വീഴാനിടയുണ്ട്. ഇവിടെ ഓരോ വണ്ടി ഇറങ്ങുമ്പോഴും ഭയങ്കര അവർ പേടിച്ചാണ് ഇറങ്ങുന്നത്. എന്നുവെച്ചാൽ ഇവിടെ തൊട്ട് 35 മീറ്റർ വരെ അവർ കെട്ടാമെന്നും പറഞ്ഞ് പോയിട്ട് ഇതുവരെയ്ക്കും അവർ കെട്ടിയിട്ടില്ല. പിന്നെ ഇന്ന് 2-3 ദിവസമായി ഇവിടെ ഈ 2 സ്കൂട്ടർ വന്ന് വീണ്. സ്ത്രീകൾ വരെയാണെങ്കിൽ 2 കാലും അപ്പുറം ഇപ്പുറം ഇട്ടിട്ടാണ് അവർ വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ കാണുമ്പോൾ അവർക്ക് നെഞ്ചിടിപ്പാണ്. പിന്നെ ഞങ്ങൾ അത് രണ്ടുപേരും ഇവിടെ വീണിട്ടുണ്ട്. 2 സ്ത്രീകൾ ഇവിടെ വീണ്. അതേസമയം റോഡ് റീടാറിങ്ങിനായി കരാറായിട്ടുണ്ടെന്നും ഗ്യാസ് പൈപ്പ് ലൈനിന്റെ പണി പൂർത്തിയായ ഉടൻ 2.5 കോടി ചെലവിൽ റോഡ് പുനർനിർമ്മിക്കുമെന്നുമാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.